ഇന്നലെ നടന്ന ചർച്ചയിൽ സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റുള്ള സമവായ ചർച്ചയിൽ തീരുമാനമാകാത്ത കാരണം അത് സർക്കാരിലേക്ക് വിടാൻ തീരുമാനിച്ചു. അപ്പോൾ കഴിഞ്ഞ 2016 ജനുവരി മുതൽ ഇത്രയും കാലം ഏകദേശം 1.5 കൊല്ലക്കാലം ഞങ്ങൾ ഇതിനുവേണ്ടി കാത്തിരുന്നു. ഇനി ഞങ്ങൾക്ക് കാത്തിരിക്കാൻ കഴിയില്ല. ഞങ്ങൾ അപ്പോൾ തലസ്ഥാനത്ത് സെക്രട്ടറിന് മുന്നിൽ സമര പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ്. അത് ഒരു ചെറിയ കാലത്തേക്ക് മാറി. കാരണം ഇന്നലെ ലേബർ കമ്മീഷണർ ആവശ്യപ്പെട്ടത് പ്രകാരം അല്ല, അദ്ദേഹത്തിൻ്റെ ഒരു നിർദ്ദേശമുണ്ടായിരുന്നു. കൃത്യമായിട്ട് അടുത്തൊരു ദിവസം തന്നെ മന്ത്രിതല ചർച്ച വിളിക്കും. ആ മന്ത്രിതല ചർച്ചയിൽ തീരുമാനം ഉണ്ടാകും. അപ്പോൾ അതുവരെ പണിമുടക്കരുത് എന്ന് ലേബർ കമ്മീഷണർ അഭ്യർത്ഥന മാനിച്ച് മാത്രമാണ് ഞങ്ങൾ പണിമുടക്കത്തിലേക്ക് പോകാത്തത്. പക്ഷേ വളരെ അടിയന്തരമായൊരു ഡേറ്റിൽ മാക്സിമം ഒരാഴ്ചക്കകം തന്നെ മന്ത്രിതല ചർച്ച നടക്കണമെന്നും അതിലൊരു തീരുമാനം ഉണ്ടാവണമെന്നാണ് UNA ആവശ്യം. അത്തരത്തിലൊരു ആവശ്യം നടന്നില്ല എന്നുണ്ടെങ്കിൽ ഈ സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇപ്പോൾ ഉള്ളത് ഡ്യൂട്ടിയിലുള്ള നഴ്സുമാർ അല്ല, ഡ്യൂട്ടിയിൽ നഴ്സുമാർ കൃത്യമായി പോകുന്നുണ്ട്. പക്ഷേ ഇതിൽ അടിയന്തരമായൊരു തീരുമാനമായില്ലെങ്കിൽ എല്ലാ കേരളത്തിലെ പ്രൈവറ്റ് ആശുപത്രികളിൽ മൊത്തം ജോലി ചെയ്യുന്ന നഴ്സുമാരെയും സെക്രട്ടറിയുടെ മുന്നിലേക്ക് അണിനിരത്തിക്കൊണ്ട് സമരത്തിലേക്ക് UNAക്ക് മാറേണ്ടി വരും. അടിയന്തരമായി പ്രശ്നത്തിൽ തീരുമാനം എടുക്കാത്ത പക്ഷം സ്വകാര്യ ആശുപത്രി മേഖല സ്തംഭിപ്പിക്കുക എന്നുള്ള തീരുമാനത്തിലേക്ക് തന്നെ സംഘടന കടക്കേണ്ടി വരും. ഇന്നലെ നടന്ന മിനിമവേതന സമിതി ചർച്ച പരാജയപ്പെട്ട അടിസ്ഥാനത്തിൽ ഞങ്ങൾ പ്രഖ്യാപിച്ചിരുന്ന അനിശ്ചിതകാല നിരാഹാര സമരം ഇന്ന് ഈ പന്തലിൽ ആരംഭിച്ചിരിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സുപ്രീം കോടതി വിധിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശപ്രകാരം വന്നിരിക്കുന്ന സേവന വേതന വ്യവസ്ഥകൾ കേരളത്തിലെ 14 ജില്ലകളിലുമുള്ള നഴ്സുമാർക്ക് നടപ്പിലാക്കുന്നതുവരെ ഈ അനിശ്ചിതകാല സമരം ഞങ്ങൾ തുടരും. കണ്ണൂർ ജില്ലയിൽ നാളെ മുതൽ എല്ലാ ആശുപത്രികളിലെയും നഴ്സുമാർ പണിമുടക്കിക്കൊണ്ട് സൂചന എന്ന നിലയ്ക്ക് ആദ്യമായി ഒരു ജില്ലയിലെ നഴ്സുമാർ സമരപന്തലിലേക്ക് ഇറങ്ങുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 35%, 50%, ശതമാനക്കണക്കിൽ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഞങ്ങൾക്ക് ശതമാനത്തിന് വേണ്ടിയിട്ടല്ല ഞങ്ങൾ സമരം ചെയ്യുന്നത്. ഞങ്ങൾ സമരം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് പ്രകാരമുള്ള ശമ്പളം കേരളത്തിലെ നഴ്സുമാർക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതിൽ നിന്നൊരു വിട്ടുവീഴ്ചയ്ക്ക് ഞങ്ങൾ തയ്യാറല്ല.